സിക്കർ മാർബിൾസ് നമ്മൾ പോകുമ്പോഴും കാണുമ്പോഴും നമുക്കൊന്നും കാണാനില്ലെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് സിപി മാർബിൾസിൽ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ കളക്ഷനും അവരുടെ അടുത്തുള്ള സ്റ്റാഫിൻ്റെ ആ ഒരു നമ്മളായിട്ടുള്ള പെരുമാറ്റവും എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അസ്സലാമു അലൈക്കും. ഞാൻ സൈനുദ്ദീൻ അഞ്ചാലൻ, പറമ്പിൽപേടിക സൂപ്പർ ബസാർ മൂച്ചിക്കൽ സ്വദേശി. എൻ്റെ വീട് 4 വർഷം മുന്നേ പണി കഴിച്ച് ഞാൻ താമസമാക്കിയതാണ്. അതിന് ശേഷം റിനോവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൊളിക്കുക എന്ന് പറഞ്ഞാൽ അടിയും കുറച്ച് ഭാഗം ഉള്ളുഭാഗം കൂട്ടലുമായിട്ടുള്ള ഒരു പരിപാടിക്ക് ഇറങ്ങിയതാണ്. ഇറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത്, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞിരുന്നത്, റിനോവേഷൻ ചെയ്തിട്ട് കാര്യമല്ല, പൊളിച്ചെടുത്തോ എന്നുള്ളതായിരുന്നു. പക്ഷേ 4 വർഷം ആയിട്ടുള്ളായിരുന്നു വീടെടുത്തിട്ട്. അപ്പോൾ അത് പൊളിക്കാനുള്ളൊരു മടി കൊണ്ട് ഞാൻ എന്ത് ചെയ്താണ് ചെയ്യാതെന്നാണ്. പിന്നെ തുടക്കത്തിൽ എനിക്ക് ഇതിന് മുതൽക്കൂട്ടായിട്ട് എൻ്റെ കൂടെ നിന്നത് എൻ്റെ എൻജിനീയറാണ്, റമീസ് എന്നറി, തറയിട്ടാലുള്ള എൻ്റെ ഒരു അനിയനെ പോലെ. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ നിന്നത്, റിനോവേഷൻ ചെയ്യാൻ എനിക്ക് പൂർണ്ണ സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഷിഹാബ് പുലിയോടത്ത് അഞ്ചാലൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചായപ്പോൾ വീട് ചില ഭാഗങ്ങളൊക്കെ പൊട്ടി അങ്ങ് പൊളിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നീക്കി. പഴയ കാർ സെറ്റ് ഉണ്ടായിരുന്നു, കാർ സെറ്റ് റൂമാക്കി. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചെയ്തു വന്നപ്പോഴും അത് അതിൻ്റെതായിട്ടുള്ളൊരു മൊത്തത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു കോൺഫിഡൻറ്റും ഇതിൻ്റെ ഒരു ആവേശവും എൻ്റെ മനസ്സും നിറയാൻ തുടങ്ങിയത് എവിടെയെന്ന് വെച്ചാൽ ഇൻറ്റീരിയലിൻ്റെ വർക്കും അതേപോലെ തന്നെ മാർബിളിൻ്റെ വർക്കും അതേപോലെ തന്നെ ടൈലിൻ്റെ വർക്കൊക്കെ ചെയ്തപ്പോഴാണ്. സിപി മാർബിൾസ് നമ്മൾ പോകുമ്പോഴും കാണുമ്പോഴും നമുക്കൊന്നും കാണാനില്ലെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് സിപി മാർബിൾസിൽ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അവരുടെ കളക്ഷനും അവരുടെ അടുത്തുള്ള ആ ഒരു സ്റ്റാഫിൻ്റെ ആ ഒരു നമ്മളായിട്ടുള്ള പെരുമാറ്റവും എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. പുറത്തുനിന്നുള്ള ആളുകൾ പറയും അത് സി പി ആണ്, ആ വില അങ്ങോട്ടാണ്, വില കൂടുതലാണ്, വില ഇതാണ്. ഞാൻ സി പി എന്ന് മാത്രമല്ല, ഇവിടെയുള്ള ഒരുപാട് കടയിൽ കയറിയിട്ട് എനിക്കെൻ്റെ മനസ്സ് നിറഞ്ഞത് സിപി മാർബിൾസിലാണ്. ഞാൻ അവരുടെ അടുത്ത് ഇല്ലാത്ത സാധനങ്ങൾ ഞാൻ അവരുടെ അടുത്ത് ഓർഡർ ചെയ്തിട്ട് അവരെനിക്ക് എത്തിച്ച് തന്നിട്ടുണ്ട്. അവരുടെ മെറ്റീരിയൽസും പിന്നെ അതേപോലെ തന്നെ അത് ഫിറ്റ് ചെയ്ത ഷിബു, മാർബിളിൻ്റെ പണിക്കാരനാണ്, വർക്കേഴ്സാണ് ഷിബു. ഓൻ്റെ വർക്കും പിന്നെ അതേപോലെ തന്നെ ഇൻറ്റീരിയൽ മെറ്റീരിയൽസും കുറേ ഞാൻ എടുത്തിട്ടുള്ളത് സി പി തന്നെയാണ്. പിന്നെ ചാളാരിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്ത അതിൻ്റെ എൻജിനീയർ സഫ്വാനും പിന്നെ മറ്റുള്ള വർക്കേഴ്സും എല്ലാവരും കൂടിയപ്പോൾ എൻ്റെ മനസ്സ് ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറം എത്തുകയും റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് അത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ആളുകൾ പിന്നെ എന്നെ വന്നിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഞാൻ എൻ്റെ ഈ വർക്കിലും അതേപോലെ തന്നെ ഞാൻ എടുത്ത ഈ മെറ്റീരിയൽസിലും ഇതിലൊക്കെ 100% ഹാപ്പിയാണ്. ഒരു വീടിൻ്റെ പണി തുടങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മെറ്റീരിയൽസ് എടുക്കുന്ന സമയത്ത് മാർബിളായാലും ടൈലായാലും അതിൻ്റെ മെറ്റീരിയൽസുകളായാലും എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് നോക്കി കാണുന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് കാണുന്ന മാതിരിയല്ല, അകത്തുക്കാണ്ട് കയറി കാണുന്നുണ്ട് പോലെ കളക്ഷനും കാര്യങ്ങളും അത് നമുക്ക് വേണ്ട സാധനങ്ങൾ അവരടുത്ത് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അവരെത്തിച്ചും തരും. എല്ലാം കൊണ്ടും ഞാൻ 100% ഹാപ്പിയാണ്.